നിങ്ങൾക്കിവിടെ കാണാം 50 രൂപയാണ് ഈ കാർഡിൻ്റെ റേറ്റ് വരുന്നത്. ഇത് നിങ്ങൾക്ക് പ്രീപെയ്ഡ് ആയിട്ട് മാത്രമേ ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ അഡ്രസ്സിലേക്ക് പോസ്റ്റലായിട്ടായിരിക്കും ഇത് എത്തുന്നത്. അപ്പോൾ 50 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ലഭിക്കുന്ന ഈ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്പിൽ കുറച്ച് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഫ്ലിപ്കാർട്ട് പേ എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾക്ക് ബിൽസ് ആൻഡ് റീചാർജിൻ്റെ താഴത്ത് മെട്രോ കാർഡ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു കാർഡിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നത്. ഇതിന് 50 രൂപയാണ് വരുന്നത്. ഇത് പ്രയോജനപ്പെടുന്നത് മെട്രോകളിലാണ്. മെട്രോ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് പ്രയോജനപ്പെടുന്നത്. ഇത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല. ബാക്കിയുള്ള എല്ലാ മെട്രോയിലും ഇത് അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ ആൻഡ് അഹമ്മദാബാദ്. ഈ ഇത്ര മെട്രോയിൽ ഇത് അവൈലബിൾ ആണ്. പിന്നെ ബസ്സുകളിൽ നമുക്കിത് ഉപയോഗിക്കാം. ബസ്സുകളിൽ ഇപ്പോൾ ലൈവായിരിക്കുന്നത് മുംബൈയിലും ചെന്നൈയിലും മാത്രമാണ്. വരുന്ന മാസങ്ങളിലൊക്കെ ഇത് നമുക്ക് കേരളത്തിലും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം മെട്രോയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മെട്രോ ഗേറ്റിൽ നമ്മുടെ ടിക്കറ്റ് കാണിച്ചാലേ അത് ഓപ്പൺ ആവുകയുള്ളൂ. നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, ക്യൂ നിൽക്കേണ്ട. നമ്മുടെ കാർഡ് മെട്രോയുടെ ഗേറ്റിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെട്രോയിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു പ്രീപെയ്ഡ് കാർഡാണ്. നമുക്കിത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം. നമ്മൾ ആഡ് ചെയ്യുന്ന എമൗണ്ട് ആയിരിക്കും നമ്മുടെ കാർഡിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ആ റീചാർജ് ചെയ്തേക്കുന്ന എമൗണ്ടിന് നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ച് ട്രാവൽ ചെയ്യാവുന്നതാണ് മെട്രോയിൽ. അപ്പോൾ ഈ കാർഡ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ആപ്പിൻ്റെ പേരാണ് ഭാരത് യാത്ര ആപ്പ്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് കണക്റ്റ് ആവുന്നതാണ്. അതിനുശേഷം നമുക്ക് കാർഡിലേക്ക് എമൗണ്ട് ആഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഗൂഗിൾ പേയും അതുപോലെ ഫോൺ പേയും എല്ലാ UPI ആപ്പ് ഉപയോഗിച്ച് ഈ കാർഡ് അല്ലെങ്കിൽ ഈ ആപ്പിലൂടെ ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഇമേജിൽ കാണുന്ന പോലെ നമുക്ക് ഈ കാർഡ് ടാപ്പ് ചെയ്തുകൊണ്ട് മെട്രോയുടെ ഗേറ്റിലൂടെ പോകാവുന്നതാണ്. മാക്സിമം 2000 ആയിരിക്കും ഒരു തവണ നമുക്ക് ഈ കാർഡിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട്. അപ്പോൾ നമുക്ക് ഈ ആപ്പിലൂടെ തന്നെ എല്ലാം ട്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് യാത്രയൊക്കെ ചെയ്യുന്നതും മെട്രോ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. കാരണം നമ്മുടെ സമയം ലാഭിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഈ കാർഡിലേക്ക് എമൗണ്ട് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് മെട്രോയിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിലും ഉടനെ ആഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ കാർഡ് ഓർഡർ ചെയ്യാനായിട്ട് ജസ്റ്റ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെയാണ് ബൈ നൗ കൊടുക്കുക, പേയ്മെൻറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. പ്രീപെയ്ഡ് ഓർഡർ മാത്രമേ പറ്റുള്ളൂ. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. പിന്നെ ഇതിൻ്റെ റിട്ടേണും ഇല്ല. അപ്പോൾ നിങ്ങൾ 50 രൂപ കൊടുത്ത് ഓർഡർ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.